എനിക്കെന്നും എന്റെ സാറിനൊപ്പം സാറിന്റെ കാൽച്ചുവട്ടിലിരുന്ന് ഉറങ്ങാനാ ഇഷ്ടം. ആ എന്നിട്ട് നീ ഉറങ്ങിയോ? ഉം. സുന്ദരായിട്ട് ഉറങ്ങി. ശരി ശരി, നീ എഴുന്നേക്ക്. എന്നിട്ട് വേഗം പോയി റെഡിയാവുക. നമുക്കേ കമ്മീഷൻ ഓഫീസിലേക്ക് പോകാനുള്ളതാ. കമ്മീഷണർ ഓഫീസിലേക്കോ? ഉം. എടോ, ലക്ഷ്മിപുരത്ത് വെച്ച് തനിക്കെതിരെ നടന്ന മേർഡർ അറ്റംപ്റ്റിനെ കുറിച്ച് ഒരു പരാതി പോലീസ് കമ്മീഷണർക്ക് കൊടുക്കണം. എത്രയും പെട്ടെന്ന് തന്നെ അതിലൊരു പോലീസ് അന്വേഷണം ഉണ്ടാവണം. താൻ റെഡിയായി കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് പോയി കമ്മീഷണറിനെ കാണാം. റെഡിയായിട്ട് വാ. ഉം. ആ, നിങ്ങള് എവിടെ പോവാ? ഓഫീസിലേക്കാണോ? ഇല്ലമ്മേ, ഞങ്ങള് കമ്മീഷൻ ഓഫീസ് വരെ ഒന്ന് പോവുക. പാർവതിക്കെതിരെ മേർഡർ അറ്റംപ്റ്റ് ഉണ്ടായിട്ട് മിണ്ടാതിരുന്നാൽ ശരിയാവില്ലല്ലോ. പരാതി കൊടുത്തിട്ട് അത് പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിക്കണം. അല്ല മോനെ, പോലീസില് നമുക്ക് പരാതി കൊടുക്കണോ? അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത്? മോനെ, ഞാൻ പറഞ്ഞതിനൊരു കാരണമുണ്ട്. മോന്റെ അമ്മ ജനിച്ചു വളർന്ന വീട്ടിൽ വെച്ചാ ഈ സംഭവം ഉണ്ടായത്. അപ്പോ നീ ഒരു പരാതി കൊടുത്ത പോലീസുകാര് അത് അന്വേഷിച്ച് ആ വീട്ടിലും ഗ്രാമത്തിലും ചെല്ലും. എടാ, പോലീസുകാരുടെ ഒരു രീതി നിനക്കറിയാലോ. അവര് കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ആ ഗ്രാമത്തിലുള്ളവരെ മുഴുവൻ വിളിച്ചു വരുത്തും. അവരെ ഭീഷണിപ്പെടുത്തും. ചിലപ്പോ ചിലരെ തല്ലിയെന്നും വരും. നിത്യവൃത്തിക്ക് വേണ്ടി കൂലിപ്പണി എടുത്ത് ജീവിക്കുന്ന പാവങ്ങളാ ആ നാട്ടിലെ മിക്കവാറും ആൾക്കാര്. കേസ് എന്നോ അന്വേഷണം എന്നൊക്കെ പറഞ്ഞ് അവരെ വിളിച്ചു വരുത്തിയ ആ ദിവസത്തെ കൂലി അവർക്ക് നഷ്ടപ്പെടില്ലേ? പോരാത്തതിന് ഞാൻ പറഞ്ഞതുപോലെയുള്ള ശാരീരികവും മാനസികവുമായിട്ടുള്ള പ്രയാസങ്ങൾ വേറെയും. മോനെ, വെറുതെ എന്തിനാ അവരെ നമ്മൾ കഷ്ടപ്പെടുത്തുന്നത്? അങ്ങനെ ഒരു കഷ്ടപ്പാടും പ്രയാസവും ഒക്കെ അവർക്കുണ്ടായാൽ അതിന്റെ മാനക്കേട് മോന്റെ അമ്മയ്ക്കും കുടുംബത്തിനും അല്ലേ? അല്ല, എന്നാലും പാർവതിക്ക് നേരെ ഒരു വധശ്രമം ഉണ്ടായിട്ട് അതിന് കാരണക്കാരായവരെ കണ്ടെത്തണ്ടേ? അവർക്കുള്ള ശിക്ഷ വാങ്ങിക്കൊടുക്കണ്ടേ? പാർവതിയെ മുറിക്കകത്ത് പൂട്ടിയിട്ടിട്ട് ആ വീട് മുഴുവൻ തീ വെച്ച് നശിപ്പിക്കാൻ ശ്രമിച്ച വിവരം ആ നാട്ടിലെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ? അതുകൊണ്ട് അവര് ഇങ്ങനൊരു അന്വേഷണത്തോട് സഹകരിക്കുമെന്ന എന്റെ വിശ്വാസം. അല്ല, ഇതൊരു വധശ്രമമാണെന്ന് നമ്മൾ എങ്ങനെ ഉറപ്പിക്കും? അവിടെ പാർവതിയെ കൊല്ലാൻ മാത്രം ശത്രുതയുള്ള ആരാ ഉള്ളത്? ആരുമില്ല. അന്ന് പറഞ്ഞതുപോലെ ഇതൊരു ഷോർട്ട് സർക്യൂട്ട് തന്നെ ആയിരിക്കും മോനെ. അപ്പോ ആ മുറിയുടെ വാതിൽ പുറത്തു നിന്ന് ആരാ കുറ്റിയിട്ടത്? എടാ, അത് ചിലപ്പോ വീട് വൃത്തിയാക്കാൻ വന്നവര് അകത്താരും ഇല്ലാന്ന് കരുതി മുറി പുറത്തുനിന്ന് പൂട്ടിയിട്ട് പോയതായിരിക്കില്ലേ? എടാ മോനെ, ഇപ്പോഴും ഞാൻ പറയുന്നു, ഇത് വധശ്രമം ഒന്നും ആയിരിക്കില്ല. വെറുതെ പോലീസിനെ കൊണ്ട് പണിയെടുപ്പിക്കാവുന്നേ ഉള്ളൂ. കൊലപാതക ശ്രമമാണെന്ന് വെറുതെ പറഞ്ഞാ പോരല്ലോ. അതിന് തക്ക തെളിവുകൾ വേണ്ടേ നമ്മുടെ കയ്യില്? കേൾക്കുന്നവരുടെ മനസ്സിൽ ശരിയാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ഒരു കാര്യം അവതരിപ്പിക്കാനുള്ള ഇവരുടെ കഴിവ് അപാരം തന്നെ. പാർവതി, അമ്മ പറഞ്ഞത് നീ കേട്ടില്ലേ? നമ്മളിപ്പോ പെട്ടെന്ന് എന്ന് കമ്മീഷൻ ഓഫീസിൽ പരാതി കൊടുത്ത അത് അബദ്ധമാവോ? സർ, അമ്മയുടെ അഭിപ്രായം കേൾക്കുന്നതാ നല്ലതെന്നാ എനിക്ക് തോന്നുന്നത്. തൽക്കാലം നമുക്ക് കമ്മീഷണർ ഓഫീസിൽ പോയി പരാതി കൊടുക്കണ്ട.
അമ്മ പറഞ്ഞതുപോലെ കൊലപാതക ശ്രമമാണെന്ന് തെളിയിക്കാൻ തക്കതായ തെളിവുകളൊന്നും നമ്മുടെ കയ്യിലില്ലല്ലോ. ആ സ്ഥിതിക്ക് നമുക്ക് പരാതി മാറ്റിവെക്കാം. എല്ലാത്തിനും മുകളിൽ ഈശ്വരനുണ്ടല്ലോ. ആ തീപിടുത്തത്തിന് കാരണം ഈശ്വരൻ തെളിയിക്കാതിരിക്കില്ല. ഇനി ആരെങ്കിലും എന്നെ കൊല്ലാൻ ശ്രമിച്ചതാണെങ്കിലും അവരെയും ഉദയനൂരമ്മ വെളിച്ചത്ത് കൊണ്ടുവരും. അതുവരേക്കും നമുക്ക് കാത്തിരിക്കാം സർ. എന്നാ പിന്നെ അത് മതി. പ്രഭാവതിയമ്മേ, നിങ്ങളുടെ കൗശലം നന്നായിട്ടുണ്ട്. നിങ്ങളുടെ പദ്ധതി എന്താണെന്നും എനിക്ക് മനസ്സിലായി. ആ പദ്ധതി ഒന്നും വിജയിക്കാൻ പോകുന്നില്ല. അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം. പാർവതി, നീ എന്താ ഈ ആലോചിക്കുന്നത്? സർ, നമുക്ക് ഇന്ന് ചെയ്തു തീർക്കേണ്ട ധാരാളം ജോലികളുണ്ട്. ജാസ്മിനെ അമേരിക്കയിലേക്ക് അയക്കണ്ടേ? അവള് സാറിനെ വിശ്വസിച്ചായിരിക്കുന്നേ. അവൾക്കുള്ള വിസയ്ക്കും ടിക്കറ്റിനുള്ള ഏർപ്പാടുകൾ ഇന്ന് തന്നെ ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് ഇറങ്ങിയാലോ? അത് ശരിയാണല്ലോ. ഇറങ്ങിയ സ്ഥിതിക്ക് നമുക്ക് പോയി അതിൻ്റെ ഏർപ്പാടൊക്കെ ചെയ്യാം. പോയിട്ട് വരാം. ബാ. ആ ജാസ്മിൻ, എന്താ വിഷയം? എടോ, തനിക്ക് അമേരിക്കയിലേക്ക് പോകാനുള്ള വിസയുടെ പ്രൊസീജിയേഴ്സ് ഒക്കെ ഇന്നുകൊണ്ട് പൂർത്തിയാവും. കുറച്ച് ദിവസം നമ്മളിവിടെ ഇല്ലാതിരുന്നത് കാരണം ഞാനതങ്ങ് മറന്നിരിക്കുകയായിരുന്നു. ഇന്നിപ്പോ പാർവതിയ എന്നെ ഇക്കാര്യം ഓർമ്മിപ്പിച്ചത്. ഞാൻ അപ്പം തന്നെ വിസയെക്കുറിച്ച് അന്വേഷിച്ചു. അപ്പോഴ് വിസയുടെ നടപടിക്രമങ്ങളൊക്കെ ഇന്ന് പൂർത്തിയാവുമെന്ന് ഞാൻ അറിയുന്നത്. കുറച്ച് ദിവസമായിട്ട് നീ അമേരിക്കയിൽ പോണമെന്ന് ആഗ്രഹിച്ച് നടക്കല്ലേ? അപ്പോ നിന്റെ ആ ആഗ്രഹം സാധിച്ചു തരേണ്ട കടമ ഞങ്ങൾക്കുള്ളതല്ലേ? ജാസ്മിൻ, ഇനി കാത്തിരിപ്പൊക്കെ അവസാനിപ്പിച്ച് നിനക്ക് അമേരിക്കയിലേക്ക് പോയി ഒരു സ്വതന്ത്ര പക്ഷിയായി ചുറ്റിത്തിരിയാം. ജാസ്മിൻ, നീ ഹാപ്പി ആയില്ലേ? ഇനി പോകാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കോ. ഇവൾ അമേരിക്ക പോകുന്നതിൽ എനിക്കും വലിയ സന്തോഷമുണ്ട്. ഏതായാലും നീ മുൻകൈയെടുത്ത് വിസ ശരിപ്പെടുത്തി തന്നല്ലോ, അത് വലിയ ഉപകാരമായി. എന്താ എന്താ ഇവിടെ ഒരു കൂടിയാലോചന? ചേച്ചി, ജാസ്മിൻ അമേരിക്ക പോകാനുള്ള വിസ റെഡിയായി. ആ, ഞങ്ങള് അതിനെക്കുറിച്ച് പറയായിരുന്നു. റെഡിയായോ? വിശാല റെഡിയാക്കിയത്. ബ്രോയാണ് റെഡിയാക്കിയതെങ്കിലും അത് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്തത് പാർവതിയാ. പാർവതിയുടെ ഉത്തരവാദിത്വമൊക്കെ സമ്മതിക്കണം. ഞാനെങ്ങനെയാ? എനിക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായി നടത്തണം. ഞാനൊരു കാര്യം മനസ്സിൽ കുറിച്ചാൽ അത് നിറവേറ്റാൻ പിന്മാറില്ല. ജാസ്മിൻ അമേരിക്കയിൽ പോകണമെന്ന് ആഗ്രഹിച്ചപ്പോ
കാലതാമസം കൂടാതെ അവളെ ഇവിടുന്ന് പറഞ്ഞയക്കാനുള്ള ഉത്തരവാദിത്തം അതുകൊണ്ടാ ഞാൻ സ്വയം ഏറ്റെടുത്തത്. അതുപോലെ അമ്മ വിചാരിക്കുന്ന കാര്യങ്ങളും നടക്കും. അതുമാത്രമല്ല, അമ്മ വിചാരിക്കാത്ത കാര്യങ്ങളും നടക്കും. ആ കാര്യങ്ങളെല്ലാം ഭംഗിയായി നിറവേറ്റാൻ അമ്മ എന്നെ അനുഗ്രഹിക്കണം. അല്ല, നീ എന്താ പാർവതി പറയുന്നത്? അമ്മ വിചാരിക്കുന്ന എന്ത് കാര്യമാ? അത് അമ്മയ്ക്കറിയാം. സമയാവുമ്പോ സാറിനും അതറിയാൻ സാധിക്കും. സാറിപ്പോ വന്നാട്ടെ. ആന്റി, പാർവതി കൽപ്പിച്ചു കൂട്ടി എന്തോ പ്രവർത്തിക്കാൻ പോവാ. അവളുടെ സംസാരത്തിൽ നിന്നും എന്നെ അമേരിക്കയിലേക്ക് അയക്കാനുള്ള അവളുടെ ധൃതിയിൽ നിന്നും എനിക്കത് മനസ്സിലായി. നീ പറഞ്ഞത് ശരിയാ ജാസ്മിൻ. അവളിപ്പോ നമ്മുടെ കണക്ക് കൂട്ടലുകൾക്ക് അപ്പുറത്തേക്ക് വളർന്നു കഴിഞ്ഞു. എന്നെപ്പോലും വരച്ച വരയിൽ നിർത്താൻ അവൾ ഒരുങ്ങുക. നിന്റെ ആഗ്രഹം നിറവേറ്റാനല്ല അവള് നിന്നെ അമേരിക്കയിലേക്ക് അയക്കാൻ വേണ്ടി തിരക്ക് കൂട്ടുന്നത്. നീ എന്ന വിലങ്ങ് തടിയെ അവൾക്ക് ഒഴിവാക്കണം. അമേരിക്കയിലേക്ക് പോണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ടതേ അവളല്ല, ഞാനാ. അതുകൊണ്ടാ ഞാൻ ഇവിടെ ഒന്നും മിണ്ടാതിരുന്നത്. അവൾ എവിടം വരെ പോകുന്ന എനിക്കൊന്ന് കാണണം. അവളെ നമ്മുടെ തലയ്ക്ക് മീതെ എത്ര ഉയരത്തിൽ പറന്നാലും അവളെ വെട്ടി വീഴ്ത്താനുള്ളൊരായുധം എന്റെ കയ്യിലുണ്ട്. നീ എന്താ ഉദ്ദേശിക്കുന്നത്? അവളുടെ അനിയത്തി ഗർഭിണിയാണെന്ന് പറഞ്ഞ് ആ കുറ്റം വിപിന്റെ തലയിൽ കെട്ടിവെച്ചല്ലേ അവള് വിപിനെ വിവാഹം കഴിച്ചത്. എന്നാലേ അത് സത്യമല്ല. പല്ലവി പറഞ്ഞത് സത്യമല്ല. പല്ലവി ഗർഭിണിയല്ല. എന്താ ജാസ്മിൻ, എന്താ നീ പറഞ്ഞത്? അവള് കബളിപ്പിക്കുകയായിരുന്നു ആന്റി. വിപിനിൽ നിന്നും ഗർഭിണിയായെന്ന് പറഞ്ഞ് അവള് എല്ലാരെയും പറ്റിക്കായിരുന്നു. ഇതൊക്കെ പാർവതിയുടെ ഒത്താശയോടുകൂടി പല്ലവി നടത്തിയ നാടകമായിരുന്നു. പാർവതിക്ക് എല്ലാം അറിയാം. പക്ഷേ അവൾ ഇതൊന്നും വിശാലിനോട് പോലും പറഞ്ഞിട്ടില്ല. അനിയത്തിയുടെ ഭാവി ജീവിതം ഭാസുരമാക്കണം. അതിനുവേണ്ടി പാർവതി ഈ രഹസ്യം തന്ത്രപൂർവ്വം ഒളിപ്പിച്ചു. വിശാലിനോട് പോലും അനിയത്തിക്ക് വേണ്ടി അവൾ വിശ്വാസവഞ്ചന കാട്ടി. വിശാലിന്റെയും പാർവതിയുടെയും ബന്ധം തകർക്കാൻ ഈ ആയുധം പോരെ ആന്റി. അവളെ കുരുക്കാൻ ഇത് പോരെ.
കണ്ടില്ലേ, ഗർഭിണി കിടന്ന് തുള്ളുന്നത് കണ്ടില്ലേ? പല്ലവി, അവള് ചെവിയിൽ ഹെഡ്ഫോൺ വെച്ചിരിക്കുക. പിന്നെ എങ്ങനെ കേക്കാനാ? നീ വന്നേ. എടീ, നീ ഈ ചെവി തിരികിരിക്കുന്ന സാധനം ഒന്ന് ഊരി മാറ്റിക്കേ. എന്താ എന്താ അമ്മ? നീ എന്താ പല്ലവി ഈ കാണിക്കുന്നേ? നീ ഒരു ഗർഭിണിയല്ലേ? ഇങ്ങനെ കിടന്ന് തുള്ളിയാ അത് വയറ്റില് വളരുന്ന കുഞ്ഞിനെ ബാധിക്കുമെന്ന് നിനക്കറിയില്ലേ പല്ലവി? അമ്മ അത് ഞാൻ എടീ, നിനക്ക് നിന്റെ കുഞ്ഞിനോട് സ്നേഹം ഉണ്ടെങ്കിൽ അതിനെ മര്യാദയ്ക്ക് പ്രസവിക്കണമെങ്കിൽ നീ ഇങ്ങനെ ചെയ്യുമോ? എടീ, എന്താടി നീ മിണ്ടാത്തെ? ഞാൻ ചോദിച്ചത് നീ കേട്ടില്ലേ? ഇത് കണ്ടിട്ട് നിനക്ക് ഗർഭമൊന്നും ഇല്ലാന്നാണല്ലോ എനിക്ക് തോന്നുന്നത്. ആ, എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട് ആന്റി. എടീ, ഗർഭം ഉണ്ടെന്ന് കള്ളം പറഞ്ഞാണോ നീ എന്റെ മോനെ വിവാഹം കഴിച്ചത്? എനിക്കിപ്പോ അങ്ങനെ ഒരു സംശയം തോന്നുന്നുണ്ട്. ഞാൻ ചോദിച്ചതിന് മറുപടി പറ പല്ലവി. എന്റെ മോനെ നീ പറ്റിച്ചതാണോ? നിനക്കെന്താടി നാവില്ലേ? അമ്മ അമ്മ എന്നോട് ക്ഷമിക്കണം. അപ്പോ ഞാൻ അറിഞ്ഞത് ശരി തന്നെയാണ്. നീ ഗർഭിണിയാണെന്ന് കള്ളം പറഞ്ഞു തന്നെയാ എന്റെ മോനെ വിവാഹം കഴിച്ചത്. അമ്മ അത് എടീ, നീ എന്ത് കരുതി? ഉള്ള കാലം മുഴുവൻ ഞങ്ങളെ പറ്റിച്ചിവിടെ കഴിയാമെന്നോ? നിന്റെ ചേച്ചി ആദ്യം വിശാലിനെ പറ്റിച്ച് അവനെ വിവാഹം കഴിച്ചു. ഇപ്പോ ചേച്ചിയുടെ പാത പിന്തുടർന്ന് നീയും ചതിയിലൂടെ എന്റെ മോൻ വിപിനെ വിവാഹം കഴിച്ചു. എടീ നെറികെട്ടവളെ, നിന്റെ കള്ളക്കഥ ഞങ്ങൾ അങ്ങ് വിശ്വസിച്ചു പോയി. പക്ഷേ ഇപ്പൊ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് ഇനി ധൈര്യം ഉണ്ടായിട്ടടി ഇങ്ങനെ ഒരു നാടകം നീ ഇവിടെ നടത്തിയത്? എന്തിനടി നീ എന്റെ മോനെ ഭീഷണിപ്പെടുത്തി നിന്റെ കഴുത്തിൽ താലി കെട്ടിച്ചത്? എനിക്ക് വിപിൻ സാറിനോട് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. വിപിൻ സാറ് ജാസ്മിനെ വിവാഹം കഴിക്കാൻ ഒരുങ്ങിയപ്പോ എനിക്കിത് സഹിക്കാനായില്ല. എന്നേക്കുമായി വിപിൻ സാറിനെ എനിക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നതായിരുന്നില്ല. മരണം വരെ എന്റെ വിപിൻ സാറ് എനിക്കൊപ്പം വേണം. അതുകൊണ്ടാ എനിക്കിങ്ങനൊരു കള്ളം പറഞ്ഞ് വിപിൻ സാറിനെ വിവാഹം കഴിക്കേണ്ടി വന്നത്. അതൊരു തെറ്റാണ്, മഹാപാപമാണ്. എല്ലാം എനിക്കറിയാം. പക്ഷെ അന്നേരത്ത് ഇതല്ലാതെ മറ്റൊരു മാർഗവും എന്റെ മുന്നിൽ തെളിഞ്ഞില്ല. അമ്മ എന്നോട് ക്ഷമിക്കണം. ദേ പല്ലവി, ദേ നീ വീണ്ടും അഭിനയിക്കരുതേ. നീ ഇപ്പൊ പറഞ്ഞത് മുഴുവൻ കള്ളമാണ്. എന്റെ മോനോടുള്ള സ്നേഹവോ ആത്മാർത്ഥതയോ അവനില്ലാതെ ജീവിക്കാനുള്ള നിന്റെ പ്രയാസമോ കൊണ്ടൊന്നുമല്ല നീ വേഷം കെട്ടിവിടെ നടത്തിയത്. നീ നിന്റെ ചേച്ചിയെ കാണാനാണെന്നും പറഞ്ഞ് ഇവിടെ വന്നത് പോലും വ്യക്തമായ ലക്ഷ്യത്തോടെ അല്ലേ പല്ലവി?
ക്രിമിനൽ. നിന്നെ ഇനി ഇവിടെ വെച്ചോണ്ടിരുന്നാൽ നീ എന്നെ ഉൾപ്പെടെ ഇവിടെയുള്ള സകല പേരെയും വിഷം തന്ന് കൊല്ലാൻ പോലും മടിക്കില്ല. ഇറങ്ങടി, ഇറങ്ങടി വെളിയില്. ഇങ്ങോട്ട് ഇറങ്ങാൻ.